ഹായ് നമ്മൾ വരാപ്പുഴ ഫെസ്റ്റിൽ പോയ ദിവസത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിസംബർ 31-ന് അതായത് ലാസ്റ്റ് ഡേ ആണ് വരാപ്പുഴ ഫെസ്റ്റിൻ്റെ ആ വീഡിയോസാണ്. അവിടെ കണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ വരാപ്പുഴ ഫെസ്റ്റ് രണ്ടാമതൊരിക്കൽ കൂടെ പോവുകയുണ്ടായി. അപ്പോഴാണ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കുതിര വണ്ടിയൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നെങ്കിൽ ഇങ്ങനെ കുതിര വണ്ടിയുടെയും ഹോഴ്സ് റൈഡിങ് ഒന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ക്രോസ് ചെയ്തിട്ട് വേണം അതിൻ്റെ എൻട്രൻസിലോട്ട് കയറാൻ. അപ്പോൾ അവിടെ കുറേ ബലൂണുകളൊക്കെ പലതരത്തിലുള്ള ബലൂണുകൾ നിറച്ചിട്ട് ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. എനിക്കത് ഒത്തിരി ഇഷ്ടമായിട്ടോ. അങ്ങനെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലെ തന്നെ ഒരു ഫർണിച്ചർ ഷോപ്പ്, പിന്നെ കമ്മൽ കട, അങ്ങനെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സെയിം ഷോപ്പുകളായിരുന്നു. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒന്നും വാങ്ങാൻ പറ്റിയിരുന്നില്ല. പക്ഷേ കമ്മൽ കടയിൽ കയറിയിട്ട് കമ്മൽ നല്ല വെറൈറ്റി കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല നല്ല ഡിസൈൻസുകൾ. അധികം കാശും ആയില്ല കേട്ടോ. ഞാനൊരു 3 ജോഡി കമ്മലെടുത്തു. 50 രൂപയാണ് കേട്ടോ കിടക്കുന്ന കമ്മലുകളൊക്കെ. അങ്ങനെ 50 രൂപക്കും കമ്മലെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 20 രൂപയുടെ ഒരു സ്റ്റഡ് എടുത്തിട്ട് പിന്നെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ കുറേ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വീറ്റ്സ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു യാത്ര പോയതുകൊണ്ട് ഒത്തിരി വാങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല. റേറ്റ് പോലും ചോദിച്ചില്ല കേട്ടോ. കാരണം സ്വീറ്റ്സിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, സംഭവങ്ങൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. പിന്നെ മിക്രുവിന് ഒരു റൈഡ് കയറണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മിക്രുവിനെയും കൊണ്ട് ഒരു ചെറിയൊരു റൈഡ് കയറാൻ പോയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ജീപ്പിലാണ് ഇരുത്തിയതെങ്കിലും ബൂവയുടെ ഒരു അഭ്യർത്ഥന പ്രകാരം ഞങ്ങളത് ബൈക്കിലേക്ക് മാറ്റി. വലിയ സ്പീഡ് ഉണ്ടാകുന്നത് കൊണ്ട് കൊച്ചുങ്ങളുടെ റൈഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വലിയ സ്പീഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബൈക്കിലേക്ക് കയറ്റി കേട്ടോ. കൊച്ചങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നുവെങ്കിലും ആൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ബൈക്കിലേക്ക് കയറ്റി റൈഡ് നടത്തി. അതിന് ടിക്കറ്റ് പൈസ വന്നത് അതിന് 40 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ ഹാപ്പി ആയിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ആകാശചക്രത്തിൽ കയറി. അത് സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചിട്ടാണ് കയറിയത്. ഷുമറുമായിട്ടാണ് ഞാൻ കയറിയത്. അതൊരു വ്യൂ ആണ്, താഴത്തുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ മുകളിൽ കയറിയിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പേടി വരാനുള്ള കാരണം, നമുക്ക് അതിനുള്ളിൽ കയറിയിരിക്കുമ്പോൾ ഒരു സീറ്റ് ബെൽറ്റോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. പിന്നെ ഒരു ചെറിയൊരു ചങ്ങല വെച്ചിട്ടായിരുന്നു അത് ലോക്ക് ചെയ്തിരുന്നത്. ആ ചങ്ങല വിട്ടുപോയാൽ ആളപ്പുറത്തോട്ട് കിടക്കും. അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എനിക്കത് സേഫായിട്ട് തോന്നിയില്ല. കയറിയതിന് ശേഷമാണ് ഞാൻ കണ്ടത്. പിന്നെ അതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 80 രൂപയായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും കൂടി 160 രൂപയാണ് ആയത്. അങ്ങനെ അതിനകത്ത് കയറി എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം അത് ടോപ്പിലേക്ക് മുകളിലോട്ട് പോകുമ്പോഴേക്കും വലിയ പ്രശ്നമില്ല. പക്ഷെ താഴത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരു ചെറിയൊരു എന്തോ നമ്മൾ താഴോട്ട് വീണ മാതിരി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല താഴത്തോട്ട് നോക്കിയപ്പോഴേക്കും എല്ലാം ചുറ്റുമുള്ളതൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതും. അത് ആദ്യം ഒരു ചെറിയ സ്പീഡിലാണെങ്കിലും പിന്നീട് ഇത്തിരി സ്പീഡിലായിട്ട് അങ്ങനെ കറക്കി. കൂടെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. ഇതിനകത്ത് 4 പേര് അടങ്ങുന്ന ഒരു ചെറിയൊരു ബോഗി മാതിരിയാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് മറ്റു കാറുകളൊന്നും പിന്നീട് കയറിയില്ല. ബൗൺസ് അല്ലെങ്കിൽ ചാടി കളിക്കുന്നത്, അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ സംഭവം അതിനകത്ത് ചാടി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയതാണ്. അതിന് 50 രൂപയായിരുന്നു. അതിൻ്റെ ഒരു ടിക്കറ്റിൻ്റെ വില 50 ആയിരുന്നു. 2 പേരും കയറി. 2 പേരും കൂടി കയറി ചാടി കളിച്ചു. മിക്രു അവിടെ പടവും തല്ലി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ ആൾ ഇറങ്ങിപ്പോകുന്നു കേട്ടോ. ഷുമറു പിന്നെയും എൻജോയ് ചെയ്തതായിട്ട് തോന്നി. അത് ടൈം കഴിയുന്നത് വരെയൊക്കെ അത് ചാടിത്തുള്ളി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പേടി എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല. ചുമറു അപ്പുറത്ത് കുഞ്ഞുങ്ങളുടെ കൂടെ കളിച്ചപ്പോൾ ഇനി ഇങ്ങനെ വീഴുമോ, അപ്പച്ചങ്ങളുടെ മേത്ത് വീഴുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. എന്തായാലും പിള്ളേരൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. പിന്നെ ഷുമറും മിക്രുവും 2 പേരും കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. എനിക്കത് അത്ര ടേസ്റ്റ് ഇഷ്ടമായില്ല. ഭയങ്കര മധുരം ആയതുകൊണ്ട് അവർ 2 പേരും കുടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കളിച്ച് വന്നപ്പോഴേക്കും. അപ്പോൾ അതൊക്കെ കുടിച്ചു. അവർ സെറ്റായിട്ട് അങ്ങനെ ഇരുന്നു. എത്ര രൂപയായെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് എത്രയാണെന്ന്. പിന്നെ ചണ വെച്ചിട്ട് എന്തോ സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരറിഞ്ഞൂടെ. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കെ. കടലയും എന്തോ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് എന്തോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായാലും അത് ഞാൻ കഴിച്ചില്ല. നമുക്ക് വല്ല ബജിയൊക്കെയാണെങ്കിൽ നമുക്ക് പറ്റുള്ളൂ.
അങ്ങനെ ബോവ് അത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിള്ളേരും കഴിച്ചു, പിള്ളേർക്കൊക്കെ ഇഷ്ടമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടതില്ല. അതിന് 50 രൂപയായിരുന്നു കേട്ടോ വേറെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജ് ഷോൻ്റെ അങ്ങോട്ടാണ് നീങ്ങിയത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. DJ ആയിരുന്നു. അങ്ങനെ എല്ലാവരൊക്കെ കയറിയിരുന്നു, തുള്ളുന്നതൊക്കെ കണ്ടു. പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ ന്യൂ ഇയർ ആഘോഷങ്ങൾ, ന്യൂ ഇയറിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള രാത്രി, അതെ, ഡിസംബർ 31 സമയം 11:30 മണിയായിട്ടോ. അങ്ങനെ ന്യൂ ഇയറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് DJ ഒക്കെ വെച്ച് പിള്ളേരൊക്കെ തകർക്കുന്നുണ്ട്. ഞാൻ തകർത്തില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നേച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ നല്ല സൂപ്പറായിരുന്നു, എല്ലാം കൊണ്ടും നന്നായിരുന്നു. വരാപ്പുഴ ഫെസ്റ്റ് ഇനിയും ഇവിടെ തന്നെ വരട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം 2024 എന്നുള്ളൊരു വർഷം എല്ലാവർക്കും നന്മകളും നേരുന്നു, നല്ലത് തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു, ബൈ. കൂടെ ഹാപ്പി ന്യൂ ഇയർ.